സങ്കീർണമാവുന്ന അവസരത്തിൽ അതിന്റെ ഉത്ഭവം തേടുവാൻ നാം ഓരോരുത്തരും നെട്ടോട്ടം ഓടുകയാണ്. കൃത്യതയുള്ള ഫലപ്രവചനവും പരിഹാരക്രിയകളും ചെയ്തുകൊടുത്ത് ചലച്ചിത്ര താരങ്ങൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ ഭാവി കൃത്യമായി പ്രവചിച്ച് ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ നെന്മേനി ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്ര മേൽശാന്തി ശ്രീ സി ഇന്ദുമോൻ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നു. താന്ത്രിക കർമ്മങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഫലസിദ്ധിയിലൂടെ ഏവരുടെയും പ്രശംസകൾക്ക് പാത്രീഭൂതനാകുന്ന ഇദ്ദേഹത്തെ നേരിൽ കാണാൻ വരുന്നവർ കോട്ടയം മുണ്ടക്കയം കുട്ടിക്കൽ റോഡിൽ നിന്നും 2 കിലോമീറ്റർ മാറി നെന്മേനി ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് നടന്നാൽ ക്ഷേത്രമുറ്റത്ത് എത്താവുന്നതാണ്. ഫോൺ നമ്പർ 9846764658. ഏറെ വ്യത്യസ്തമായ ഒരു സർഗസല്ലാപവുമായാണ് ഞങ്ങൾ ഇത്തവണ എത്തുന്നത്. സംഗീത സാന്ദ്രവും കാവ്യാത്മകവുമായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സി ഇന്ദുചൂടനുമായുള്ള സർഗസല്ലാപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് സി ഇന്ദുചൂടൻ. ഏകദേശം 200ഓളം ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ചിട്ടപ്പെടുത്തിയ സി ഇന്ദുചൂടൻ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് കടമാൻകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. പൂജാരിയും ഭജനപ്പാട്ടിന്റെ ആശാനുമായ അച്ഛന്റെ കൂടെ ഹാർമോണിയം വായിച്ച പരിചയം മനസ്സിൽ സ്വരസ്ഥാനങ്ങൾ കുറിച്ചിട്ടു. കുട്ടിക്കാലം മുതൽ ഇന്ദുചൂടന് സംഗീതം ഒരാവേശമായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ നടത്തിയ കേരളോത്സവം ഇന്ദുചൂടന്റെ ജീവിതത്തിൽ സംഗീതത്തിന്റെ കിളിവാതിലുകൾ തുറന്നിട്ടു. മത്സരത്തിൽ ജഡ്ജായിരുന്ന ലതാമണി ടീച്ചറിന്റെ ശിക്ഷണത്തിൽ സംഗീത പഠനം തുടങ്ങി. MP രാധാമണി, കോട്ടയം വാസന്തി, കായംകുളം തുളസിദാസ് തുടങ്ങിയ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീത പഠനം തുടർന്നു. സംഗീത പഠനം തുടരുന്നതിനോടൊപ്പം വിവിധ സ്കൂളുകളിൽ സംഗീത അധ്യാപകനായി ജോലി നോക്കുന്നു. മുണ്ടക്കയം സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ 4 വർഷം സംഗീത അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി സ്കൂളുകളിൽ സംഗീത അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. സരസ്വതി സംഗീത വിദ്യാലയം എന്ന പേരിൽ ഒരു സ്ഥാപനം മുണ്ടക്കയത്ത് നടത്തുന്നുണ്ട്. 200-ലധികം വിദ്യാർത്ഥികൾ ഇന്ദുചൂടന്റെ ശിക്ഷണത്തിൽ സംഗീതാഭ്യാസനം നടത്തുന്നുണ്ട്. എല്ലാ TV ചാനലുകളിലും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാനരചന, സംഗീത സംവിധാനം, ആലാപനം ഇവയെല്ലാം ക്രോഡീകരിക്കുവാൻ ഇന്ദുചൂടന് കഴിയുന്നു. ഇന്ദുചൂടൻ ചിട്ടപ്പെടുത്തിയ ദേശഭക്തിഗാനം, സമൂഹഗാനം, ലളിതഗാനം തുടങ്ങിയ ഇനങ്ങൾ പാടി വിദ്യാർത്ഥികൾ സമ്മാനിതരായി. 2001-ൽ ചാലക്കുടിയിൽ നടന്ന ITI സംസ്ഥാന യുവജനോത്സവത്തിൽ ഇന്ദുചൂടൻ രചിച്ച് ഈണമിട്ട ഗാനത്തിനായിരുന്നു 2ാം സമ്മാനം ലഭിച്ചത്. 2006-ലെ ഇടുക്കി ജില്ലാതല കേരളോത്സവത്തിൽ കലാപ്രതിഭ പട്ടം ഇന്ദുചൂടനാണ് ലഭിച്ചത്. ബൈബിൾ കലോത്സവത്തിൽ ശിഷ്യയായ അമലയ്ക്ക് 1ാം സ്ഥാനം നേടിക്കൊടുത്തത് ഇന്ദുചൂടൻ രചിച്ച ഗാനമായിരുന്നു. ഏകദേശം 16ഓളം സീഡികൾ ഇതിനകം തന്നെ ഇന്ദുചൂടന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ അവാർഡും ഗാനഭൂഷണം അവാർഡും നേടിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഇന്ദുചൂടൻ മുണ്ടക്കയം ഈ മേഖലയിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ. സരസ്വതി സംഗീത വിദ്യാലയം മുണ്ടക്കയത്തും പരിസര പ്രദേശങ്ങളുമായിട്ട് ഏതാണ്ട് 1500 കുട്ടികൾക്ക് സംഗീതം എന്ന വിദ്യ പഠിപ്പിച്ച് പല സ്കൂളുകളിലായി കുട്ടികളുടെ ഒരു വലിയ ഗുരുനാഥനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കുറവും അദ്ദേഹത്തെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാനുള്ള ആ ഒരു കുറവും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളർച്ചയിലെ ചെറിയ മുരടിപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ മേഖലയിലെ സംഗീത അധ്യാപകൻ എന്ന നിലയിലും തീർച്ചയായിട്ടും ശ്രീ ഇന്ദുചൂടൻ്റെ വളർച്ച കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. കിഴക്കൻ കേരളത്തിലെ മലയോര കുഗ്രാമമായ കടമാങ്കുളത്ത് നിന്ന്
ദൈവത്തിന്റെ വരദാനമായ സംഗീതം സ്വായത്തമായ ഇന്ദുചൂടൻ സാറിന് പൂജാരി എന്ന ജോലി ചെയ്യുന്നതോടൊപ്പം സംഗീതത്തെ കൂടി ഉപാസിക്കുന്ന ഇന്ദുചൂടൻ സാറിന് ഈ ദേശവാസികളുടെ മുഴുവൻ ആശംസകളും കൈരളി ടിവിയോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇന്ദുചൂടൻ മാഷ് ഒരു 15 വർഷക്കാലമായിട്ട് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നല്ല പരിചിതമാണ്. എൻ്റെ ഒരു മകളാണ് ആദ്യത്തെ വിദ്യാർത്ഥിയായിട്ട് മാഷിനുണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥിയിലൂടെ വളർന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഈ മുണ്ടക്കയം ഗ്രാമത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ധാരാളം ചാനലുകളിൽ അവർ പാടിയിട്ടുണ്ട്. അതിലെടുത്തു പറയാവുന്ന മാമ്പഴത്തിൽ പാടിയ കുട്ടികൾ വരെ ഉണ്ട്. മാഷിൻ്റെ സംഗീത വിദ്യാർത്ഥി സമൂഹത്തിൽ കലാകാരന്മാർക്ക് എന്തെങ്കിലും പ്രോത്സാഹനം നൽകണമെങ്കിൽ മാഷിന് കൂടി അത് നൽകണമെന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ദുചൂടൻ മാഷിന്റെ പ്രഥമ ശിഷ്യയാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത്. സംഗീതത്തിന്റെ ലോകത്ത് വളരെയധികം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഇന്ദുചൂടൻ മാഷ്. സംഗീതത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ്. സംഗീതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ലോകം അറിഞ്ഞ് വരാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിൽ ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടം തോന്നുന്ന കാര്യമാണ്. പ്രശസ്ത സംഗീതജ്ഞനും സാഹിത്യകാരനും അതിലൊക്കെ ഉപരിയായി ദൈവജ്ഞനും കൂടിയായ ശ്രീ സി ഇന്ദുചൂടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സാർ. സർ, ഏകദേശം 18 വർഷത്തോളമായി ഈ ഒരു സംഗീത രംഗത്ത് താങ്കൾ നിൽക്കുന്നു. അതിലൊക്കെ ഉപരിയായി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പൂജാരിയായ ഒരു ഫാമിലിയിൽ നിന്നാണ് താങ്കളുടെ വരവ്. ഒരു പൂജാരിയായ ഫാമിലിയിൽ നിന്നും ഒരു സംഗീതജ്ഞനയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? അച്ഛന് പൂജാരി ആയതിനോടൊപ്പം തന്നെ ചെറുപ്പം തൊട്ടേ ഭജനപ്പാട്ടൊക്കെ പാടുകയായിരുന്നു. ഭജനപ്പാട്ടിൻ്റെ ആശാനായിരുന്നു. അച്ഛൻ്റെ ആ ഒരു സംഗീത ബന്ധമാണ് മകനായി എനിക്ക് കിട്ടിയത്. കുഞ്ഞുനാൾ തൊട്ടേ പൂജ പഠിക്കുന്നതിന് മുമ്പേ തന്നെ സംഗീതമാണ് ആദ്യം എൻ്റെ രക്തത്തിൽ അലിഞ്ഞത്. അതിനുശേഷമാണ് അച്ഛൻ ചെയ്തു വന്ന പൂജാകർമ്മങ്ങളെല്ലാം ഞാൻ കണ്ടു വീക്ഷിക്കുകയും പൂജയോടൊരു ആഭിമുഖ്യം എനിക്ക് തോന്നുകയും അങ്ങനെ പൂജയിലേക്ക് വരികയായിരുന്നു. കേരളോത്സവം നടക്കുന്ന സമയത്ത് പഞ്ചായത്ത് തല കേരളോത്സവത്തിൽ പെരുവന്താനത്ത് വെച്ച് നടന്ന കേരളോത്സവത്തിൽ ഞാൻ അതിൽ പങ്കെടുക്കുകയും ശാസ്ത്രീയ കീർത്തനം സംഗീതം പഠിക്കാതെ തന്നെ നാട്ടരാഗത്തിലെ സ്വാമിനാഥ പരിപാലന എന്ന കീർത്തനമാണ് അന്ന് ഞാൻ പാടിയത്. ഞാൻ അന്ന് ഈ കീർത്തനം പാടിയപ്പോൾ അതിൽ ജഡ്ജായിരുന്ന ലതാമണി ടീച്ചർ ഈ കീർത്തനം കേട്ട് വളരെ അത്ഭുതത്തോടു കൂടി എന്നെ കാണുകയും താങ്കളുടെ ഗുരുനാഥൻ ആരാണ് എന്നോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് ഗുരുനാഥൻ ആരുമില്ല എൻ്റെ സംഗീതത്തിൽ. ഈശ്വരനും എൻ്റെ അച്ഛനും അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് സംഗീതം പഠിക്കണം എന്ന് അദമ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇന്നുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, താങ്കൾ പാടിയത് വളരെ കറക്റ്റാണ്, എങ്കിലും ഇവിടെ നിന്ന് വിജയിച്ച് താങ്കൾ ബ്ലോക്ക് തല കേരളോത്സവത്തിലേക്ക് പോകുമ്പോൾ താങ്കൾ അല്പം കൂടി പഠിക്കണം. അതുകൊണ്ട് സംഗീതം പഠിക്കാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളെ ഞാൻ സംഗീതം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ടീച്ചർ എനിക്ക് നമ്പർ തരികയായിരുന്നു. ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നു, ദക്ഷിണ വെച്ചു. ടീച്ചർ ഒരു കീർത്തനം പാടാൻ പറഞ്ഞ് പാടി. ടീച്ചറിന് വളരെ താല്പര്യം. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ ഒരു 6 മാസം ഞാൻ സംഗീതം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 4 വർഷം കായംകുളം തുളസീദാസ് എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിൽ ഞാൻ സംഗീതം പഠിച്ചു. അതേ തുടർന്ന് കോട്ടയം വാസന്തി ടീച്ചർ, പിന്നീട് കോട്ടയം വീരമണി സാർ. ഏകദേശം 18 വർഷത്തോളമായിരിക്കുന്നു ഈ ഒരു സംഗീത രംഗത്ത് താങ്കൾ തുടരുന്നു. വളരെയധികം അനുഭവങ്ങളുണ്ടാകാം. ഗുരുക്കന്മാരിൽ നിന്നും ശിഷ്യഗണത്തിൽ നിന്നും സംഗീതത്തിലെ ഓരോ അനുഭവങ്ങളും മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. അതൊക്കെ ഒന്ന് വിവരിക്കാമോ? കോട്ടയം വീരമണി സാറിൻ്റെ കീഴിൽ സംഗീതം പഠിച്ച സമയത്ത് വെറും 6 മാസമാണ് സാറിൻ്റെ കീഴിൽ ഞാൻ പഠിച്ചത്. എനിക്ക് തന്ന സമയം വൈകുന്നേരം 6:30. ഈ 6:30 തൊട്ട് 7:30 വരെയാണ് എൻ്റെ സംഗീത ക്ലാസ്. ഈ 7:30 കിട്ടുന്നത് അരമണിക്കൂറായിരിക്കാം. ബാക്കി അരമണിക്കൂർ സംഗീതത്തിൻ്റെ പ്രഭാഷണമായിട്ടാണ് സാർ ഇരിക്കുന്നത്. ഒരു മാസം 4 ക്ലാസ് കൊണ്ട് എനിക്ക് എന്ത് കിട്ടും? അപ്പോഴും ഞാൻ വളരെ വിഷമത്തോടെ സാറിനോട് പറയും, സാറേ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. എനിക്ക് വേണ്ടി സാർ 1 മണിക്കൂറൊന്നും മെനക്കെട്ട് ഇത്ര രൂപ വേണ്ടി ഞാൻ തരാം. ഞാൻ ഇത്രയും യാത്ര ചെയ്തു വരുന്ന ഒരാളാണ്. കാരണം മുണ്ടക്കയത്ത് നിന്ന് ഈ കോട്ടയം വരെ ഞാൻ ചെല്ലണമെങ്കിൽ 2 മണിക്കൂർ യാത്രയുണ്ട്. ഇടയ്ക്കെല്ലാം ഞാൻ സാറിനെ വിളിക്കാറുണ്ടായിരുന്നു.
ഞാൻ പറയും സാറേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്കൊരു അരമണിക്കൂർ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രയോജനമാകുമെന്ന് സാറിനോട് പറഞ്ഞിട്ടും സാർ അന്ന് ചെങ്ങന്നൂർ ഗവൺമെൻറ് സ്കൂളിൽ സംഗീത അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയോട് തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയോടിന് വേണ്ടി ശ്രമിച്ചോളാം, ഞാൻ ഇന്ത്യയോടിനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോരാൻ പറയുക. അങ്ങനെയാണ് സാറ് എന്നോട് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 8 വർഷമാകുന്നു. ഇന്ന് വരെ സാറിൻ്റെ ഒരു ഫോൺ കോൾ പോലും എനിക്കുണ്ടായില്ല. മാത്രമല്ല ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ കോട്ടയത്ത് പോയി സംഗീതം അതൊന്നും മനസ്സിലാക്കുവാൻ പോലും ആർക്കും മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സംഗീത പഠനം താനെ നിർത്തുകയാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം സ്വന്തമായ രീതിയിൽ, അതായത് ഞാൻ പഠിച്ച രാഗങ്ങളിൽ തന്നെ റിസർച്ച് ചെയ്യുമായിരുന്നു. കീർത്തന രചന നേരത്തെ തൊട്ടുണ്ട്. സംഗീതം പഠിക്കുന്നതിന് മുമ്പേ തന്നെ ലളിതഗാനങ്ങൾ എഴുതും, കഥകൾ എഴുതും, കവിത എഴുതും, ദേശഭക്തി ഗാനം, ക്രിസ്തീയ ഗാനങ്ങൾ, മാപ്പിളപ്പാട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഗാനങ്ങളും ഞാൻ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ സാറിനോട് തുറന്ന് പറഞ്ഞിട്ടാണ് സാറിൻ്റെ മുമ്പിൽ ശിഷ്യനായിട്ട് ഞാൻ ശിഷ്യപ്പെട്ടതും. സാറൊക്കെ ആദ്യമൊക്കെ ഒരുപാട് പ്രോത്സാഹനം തന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു എല്ലാം തികഞ്ഞ ഗുരുനാഥൻ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുവാൻ കാരണം എന്നെ സംബന്ധിച്ച് മറ്റ് ദുശീലങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു ഗുരു എന്ന് പറയുന്നത് ശിഷ്യൻ്റെ ജ്ഞാനഭാഗം ആ തിമിരത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് മാർഗദർശനം കൊടുക്കുന്ന ഒരാളായിരിക്കണം ഗുരുനാഥൻ. മാത്രവുമല്ല ശിഷ്യനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഗുരുത്വം എന്ന് പറയുന്നത് അത് ശിഷ്യന് മാത്രം കിട്ടേണ്ട ഒന്നല്ല. ഗുരുവിന് ശിഷ്യനോടും ശിഷ്യന് ഗുരുവിനോടും ഉണ്ടാകുന്ന ആ ഒരു അനുഭവമാണ്. അത് രണ്ടുപേർക്കും ഇല്ലാതെ ആർക്കും ഗുരുത്വം ഉണ്ടാകില്ല. ഈ ഒരു കാലഘട്ടത്തിലെ സംഗീത അധ്യാപന രീതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയായിരിക്കണം ഒരു സംഗീത അധ്യാപനം? ഞാൻ സ്വന്തമായിട്ടൊരു സംഗീത വിദ്യാലയം തുടങ്ങിയിട്ട് 14 വർഷമാകും. ഇപ്പോൾ ഏറെക്കുറെ 2500 കുട്ടികൾക്ക് മുകളിൽ കുട്ടികൾ പഠിച്ച് അവിടുന്ന് ശിഷ്യഗണങ്ങളായിട്ടുണ്ട്. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ സമയം എൻ്റെ ശിഷ്യർക്ക് വേണ്ടി മെനക്കിടുന്ന ഒരാളാണ്. ഒരുപക്ഷെ കേരളത്തിൽ സ്വന്തമായിട്ട് സ്ഥലവും വീടും ഇല്ലാത്ത ഒരു കലാകാരനുണ്ടെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. സംഗീതരംഗത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു പല രംഗങ്ങളിലും കാണുമായിരിക്കും. സംഗീതരംഗത്ത് ഒരു പക്ഷേ ഞാനേ ഉണ്ടാവുള്ളൂ. കാരണം ഈ 14 വർഷമായിട്ടും ഞാൻ എൻ്റെ ശിഷ്യരെ ആ രീതിയിലാണ് കാണുന്നത്. സാമ്പത്തിക മാർഗമായിട്ട് കലയെ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതെ ഇതൊരു ആത്മസമർപ്പണമായിട്ട് കണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ സമയം ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നു. അതായത് രാവിലെ 7:50 തുടങ്ങുന്ന ക്ലാസ് ഞാൻ 11 മണി വരെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും തന്നെ ഒരു സംശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പൂജാരിയാണ്, സംഗീതജ്ഞനാണ്, സാഹിത്യകാരനാണ്. ഇതിനൊക്കെയുള്ള ഒരു സമയം എങ്ങനെ കണ്ടെത്തുന്നു? എനിക്ക് വ്യക്തമായിട്ട് ആൻസർ നൽകാൻ എനിക്കറിയില്ല. ഈശ്വരനായിട്ട് തന്ന കഴിവാണ്. കാരണം അത് എന്നിൽ വന്നത് അതെൻ്റെ അച്ഛൻ്റെ ഗുണം കൊണ്ട് തന്നെ. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ അച്ഛന് 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അച്ഛൻ എഴുതിയ ഭജനപ്പാട്ടിൻ്റെ നിർവചനം കൊടുക്കാൻ ഒരുപക്ഷെ ഇന്ന് ഡബിളമ്മ എടുത്ത ആർക്കും പറ്റില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ ഇത്രയും വർഷം സംഗീതരംഗത്ത് നിന്നിട്ടും ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഇതിന് യാതൊരു പ്രോത്സാഹനം ഉണ്ടായിട്ടില്ല. കാരണം കലയ്ക്ക് പേര് കേട്ട നാടാന്നൊക്കെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സിനിമാ നടൻ തിലകൻ സാറ്, ആലപ്പി രംഗനാഥ്, ചേർത്തല സുമതി, ദേവരാജ മാഷ്, അർജുന മാഷ്, ഇവരെല്ലാം ഇവിടെ വന്നിട്ട് പോയ കലാകാരന്മാരാണ്. ഞാൻ താമസിച്ച കടമാൻകുളം എന്ന പ്രദേശത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈശ്വരനൊരു കഴിവ് തരുമ്പോൾ അതെൻ്റെ നാട്ടുകാർ അംഗീകരിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് വിഫലമായിരുന്നു. അങ്ങനെ യാദൃച്ഛികം എന്നോണമാണ് ഞാൻ സംഗീതാധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന സ്കൂളിൽ ഒരു ആദരവ് കിട്ടുന്നത്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ആ സ്കൂളിലാണ്. തീർച്ചയായും ഇന്ദുചൂടൻ്റെ ഈ ഒരു സംസാര രീതിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും വളരെയധികം തിക്ത അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ കല്ലുമുള്ളുകൾ നിറഞ്ഞതാണ്. അതിൽ നമ്മൾ വന്നു പെട്ടാൽ രക്ഷപ്പെടുക പെട്ടെന്ന് സാധ്യമല്ല. പ്രത്യേകിച്ച് കല കൊണ്ടുപോകുന്നത്, കല സരസ്വതിയാണ്. സരസ്വതി കടാക്ഷം പരിപൂർണമായിട്ട് നിലനിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ കല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഇല്ലാത്തവർ പാതി വഴി നിർത്തിയിട്ട് പോകും. അല്ലാത്തവർ സംഗീതത്തെ വ്യവസായമായി കാണും. സംഗീതത്തെ ആത്മസമർപ്പണമായിട്ട് കാണുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു കലാകാരനായിട്ട് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. അത് ഇന്നലെയും ഇന്നും ഇനി നാളെയും അങ്ങനെ തന്നെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കീർത്തനം ആലപിക്കാം. മോഹനരാഗത്തിൽ സദാപാല എന്ന കീർത്തനം പ്രേക്ഷകർക്കായിട്ട് തീർച്ചയായിട്ടും പാടാം.
സദാ പാലയ സാരസാക്ഷി സമാനരസികി മോഹനാംഗി സദാ പാലയ സാരസാക്ഷി സമാനരസികി മോഹനാംഗി സദാ പാലയ സാരസാക്ഷി സമാനരസികി. ഈ സംഗീത ജീവിതത്തിനിടയിൽ പ്രശസ്തരായ പല സംഗീതജ്ഞരെയും പരിചയപ്പെടാനും ഒന്നിച്ച് ഗാനാലപിക്കാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടാവാം. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ രണ്ടാമത് സംഗീതം പഠിച്ചത് MP രാധാമണി ടീച്ചറിൻ്റെ കീഴിലാണ്. ആ ടീച്ചറും യേശുദാസും സഹപാഠികളായിരുന്നു. ആ ഒരു ബന്ധം കൂടെ എനിക്ക് ഉള്ളിൽ ദൃഢമായി. അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാൻ സാറുമായിട്ട് നേരിട്ട് പോയി പരിചയപ്പെട്ടത്. അന്ന് കൂടുതലൊന്നും ചോദിച്ചില്ല, എത്ര നാളായി സംഗീതം പഠിക്കുന്നു, ഇപ്പോൾ എന്താണ് പഠിക്കുന്നതെന്ന് മാത്രമാണ് ചോദിച്ചത്. എങ്കിലും സാറിന് അനുഗ്രഹം നേടുവാൻ എനിക്ക് സാധിച്ചത് ഒരു വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. അതിനുശേഷം ഞാൻ 24 രാഗത്തിൽ ഒരു കീർത്തനം ചെയ്തിരുന്നു. ആ 24 രാഗം, ആ കീർത്തനം നമ്മുടെ BR പ്രസാദ് എന്ന ഗാനരചയിതാവ് അദ്ദേഹം ഉണ്ടാക്കിയത് യാദൃച്ഛികമായിട്ട് വരികയും അദ്ദേഹം എന്നെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതും, കൃതികൾ രചിക്കുമെന്നൊക്കെ അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എങ്കിലൊരു കാര്യം ചെയ്യൂ, താങ്കൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു കൃതി എന്നെ ഒന്ന് പാടി കേൾപ്പിക്കൂ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ട് 24 രാഗത്തിലെ ശങ്കരാഭരണൻ്റെ കാമ്പോജിയിൽ എന്ന ഒരു ലൈനിൽ 2 രാഗം വരുന്ന കീർത്തനമാണ് ഞാൻ പാടിയത്. ഈ കീർത്തനം പകുതിയായപ്പോൾ സാറ് പെട്ടെന്ന് എഴുന്നേറ്റ് അല്പം മാറിയിട്ട് മൊബൈൽ ഡയൽ ചെയ്യുന്ന എനിക്ക് കാണാമായിരുന്നു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എന്നെ പാടി കേൾപ്പിച്ചതുപോലെ ഒന്നുകൂടി ഈ മൊബൈലൊന്ന് പാടണം, ഈ മൊബൈലിൻ്റെ തലയ്ക്കിൽ ഒരു മഹാസംഗീതജ്ഞൻ അദ്ദേഹത്തെ ഒന്ന് കേൾക്കുവാനാണെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയം തോന്നി. കാരണം ഒന്നുമല്ല, കൃതികൾ ചെയ്താലും സംഗീതത്തിൽ എന്തുമാത്രം ഗവേഷണം ചെയ്താൽ നമ്മളിലും അറിവുള്ളവരും കഴിവുള്ളവരും ഒരുപാട് ആളുകൾ, ഒരുപാട് സംഗീതജ്ഞർ നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നി. അപ്പോൾ സാറ് പറഞ്ഞു, ഒന്നുകൂടെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് എന്തിയൂടെ പാടിക്കോളൂ എന്ന് പറയും. ഞാൻ മൊബൈലിൽ ആരാന്ന് പോലും ചോദിച്ചില്ല, സാറിനെ ഞാൻ ഈ കൃതി പാടി കേൾപ്പിക്കുക. അപ്പോൾ ഫോണിൻ്റെ മറുതലയ്ക്ക് ബലേ ഭേഷ് എന്ന് കേൾക്കാം. അവസാനം ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ കൃതി പാടി നിർത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, തുടരൂ എന്ന് സാർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ശിവരഞ്ജിനി രാത്രി ഒരു തില്ലാന ചെയ്തിരുന്നു. ആ തില്ലാനയും കൂടെ സാറിനെ പാടി കേൾപ്പിച്ചപ്പോൾ വളരെ നന്നായിരിക്കുന്നു എന്ന് സാർ എന്നോട് അഭിനന്ദനം പറയുകയും ആ പറഞ്ഞു തീരുകയും BR പ്രസാദ് സാർ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കിയിരുന്നു. എന്നോട് ചോദിച്ചു, റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലും ഇത്രയും കഴിവുകളുള്ള ഒരു കലാകാരനുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിപ്പോയി ഇന്ദുചൂഡ. താങ്കൾ ഭാഗ്യം ചെയ്തവനാണ്. താങ്കൾ എന്നോട് ചോദിച്ചോ ആരാണ് ഈ താങ്കളുടെ കൃതി ശ്രവിച്ചെന്ന് ചോദിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്കറിയില്ല, ആരാണ് സാർ? TVG എന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല സാർ. TV ഗോപാലകൃഷ്ണൻ, അതായത് ചെമ്പൈ സ്വാമിയുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ച TV ഗോപാലകൃഷ്ണൻ. അദ്ദേഹം മഹാപണ്ഡിതനാണ്. മാത്രമല്ല ഒരു മാസം 15-16 ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ സംഗീതത്തിനും മൃദംഗത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. അദ്ദേഹമാണ് താങ്കളെ അഭിനന്ദിച്ചത്. എടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ അവാർഡ് കിട്ടുന്ന പോലെ. അദ്ദേഹം അധികം ആരും അംഗീകരിക്കുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ താങ്കളുടെ കൃതിയെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ നല്ല സംഗീതത്തിന് കിട്ടുന്ന താങ്കളെ ഒരു ഗുരുനാഥനും അംഗീകരിക്കേണ്ടടോ. ഈ ഒരു അംഗീകാരം തനിക്ക് കിട്ടിയത് വലുതാണ് സാർ പറയുകയും അതെൻ്റെ ജീവിതത്തിൽ മറക്കുവാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അതുപോലെ അർജുന മാഷുമായിട്ട് പരിചയപ്പെട്ടത്. അർജുന മാഷിനെ ഞാൻ ലളിതഗാനം പാടി കേൾപ്പിക്കുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം എൻ്റെ നാട്ടിൽ വന്നു പോയ കലാകാരൻ, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നാടകമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വലിയൊരു കലാകാരനാണ്. അദ്ദേഹം എൻ്റെ സംഗീതത്തെക്കുറിച്ച് ചോദിക്കുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംഗീത രംഗത്ത് ചില അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം. ആ അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് ആദ്യമായി കിട്ടുന്ന അംഗീകാരം അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുന്നത് ശ്രീ ചിത്രരത്ന പുരസ്കാരമാണ്. അത് ഡെപ്യൂട്ടി സ്പീക്കർ N. ശക്തൻ സാറാണ് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് ഈ അവാർഡ് സമ്മാനിച്ചത്. അന്ന് അദ്ദേഹം പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. മുണ്ടക്കയത്തെ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജിലെ പ്രൊഫസറായ ശ്രീ വർക്കി സാറ് ഞാനുമായി പരിചയപ്പെടുകയും അദ്ദേഹം പറഞ്ഞു, ഇത്രയും കഴിവുകളുള്ള ഒരു കലാകാരനാണ് താങ്കളെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ കലാകാരന്മാരും പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തായാലും ഞങ്ങൾ താങ്കളെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ താങ്കളുടെ കാര്യം മുഖ്യമന്ത്രി സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ മുണ്ടക്കയത്തെ പാറത്തോട് എന്ന സ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രി സാർ എന്നെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫിലിമാല സിനിമ മാഗസിൻ്റെ സംഗീത ശ്രേഷ്ഠ അവാർഡ് എനിക്ക് കിട്ടുകയുണ്ടായി. പിന്നീട് തിലകൻ സ്മാരക ഫിലിം സൊസൈറ്റിയുടെ ഗാനഭൂഷൺ അവാർഡ് കിട്ടി. അതിനെല്ലാം ഉപരിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു.
പിന്നീട് ഗവൺമെൻറ് ചീഫ് വിപ്പ് പീസ് ജോർജ് സാറ് ആദരിച്ചു. ഇത്രയൊക്കെയാണ് സംഗീതരംഗത്ത് ഇപ്പോൾ കിട്ടിയ അംഗീകാരങ്ങൾ, ആദരവുകളെന്ന് പറയാൻ. ഏതൊരു സാഹിത്യകാരന്മാരാകട്ടെ സംഗീതജ്ഞരാകട്ടെ നാടിന് നൽകുന്നത് വളരെ നല്ലൊരു സംഭാവന തന്നെയായിരിക്കും. താങ്കളുടെ ഒരു സംഭാവന എന്താണ്? ഈ ഒരു നാടിന് വേണ്ടി താങ്കൾ നൽകുന്ന സംഭാവന എന്താണ്? ഒരുപാട് സംഭാവനകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയൊരു സാഹിത്യകാരൻ എന്ന രീതിയിൽ എനിക്ക് പ്രോത്സാഹനം നൽകിയത് കമലതളം മാസിക, സാംസ്കാരിക മാഗസീൻ. അത് 4 രാജ്യങ്ങളിലേക്ക് പോകുന്ന മാഗസീനാണ്. അപ്പോൾ അത് അദ്ദേഹം എൻ്റെ എഴുത്തിൻ്റെ ശൈലി കണ്ടിട്ട് എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾക്ക് മാസം മാസം ഇതിലോരോ കഥകളും കവിതകളൊക്കെ എഴുതാം എന്ന് പറയുകയും അങ്ങനെ ഞാൻ ആദ്യമായി അതിലേക്ക് എന്നെക്കുറിച്ചൊരു ബയോഡാറ്റ ഞാൻ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് വളരെ നല്ല രീതിയിൽ അവർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം സ്നേഹം, ഇഷ്ടം, സംഗീതം, ദുഃഖം, ഇങ്ങനെ സംഗീതത്തിൻ്റെ വിവിധ തലങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഓരോ കവിതകൾ എഴുതുകയും അതെല്ലാം തന്നെ നല്ല പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. പിന്നീട് എനിക്ക് മറക്കുവാനാവാത്തത്, ഞാൻ എൻ്റെ ഈ കവിത കണ്ടിട്ട് എൻ്റെ ശിഷ്യയായ നീതു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി കോട്ടയം CMS കോളേജിൽ പഠിക്കുന്ന BA ക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എൻ്റെ കാര്യം അവരുടെ കോളേജിൽ അറിയിക്കുകയും, അപ്പോൾ BA ഫൈനൽ ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം ഇറക്കണം, യൂണിവേഴ്സിറ്റി തലത്തിൽ പുസ്തകം ഇറക്കണം, അതിന് ഒരു കവിത വേണം. അപ്പോൾ എൻ്റെ സാറ് കവിത എഴുതുന്ന ആളാണ്. അങ്ങനെ പറയുകയും എന്നോട് പറഞ്ഞു, സാറേ 2 കവിത എഴുതി തരാൻ പറയുകയും ഞാൻ സ്നേഹതീരത്തെ ബലിക്കാക്കുകൾ എന്ന കവിത എഴുതി ഈ കുട്ടിയുടെ കൊടുക്കുകയും ഈ കുട്ടി നേരെ കോളേജിൽ കൊണ്ട് കാണിക്കുകയും അധ്യാപകർക്കെല്ലാം താല്പര്യപ്പെട്ടു. അപ്പോൾ ആ അധ്യാപകർ ഈ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇന്ന് തന്നെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുകയാണ്, അവിടെ നിന്ന് സാങ്ഷൻ ആയാൽ തീർച്ചയായിട്ടും നമുക്ക് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് പറയുകയും അതിനുശേഷമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി വന്നു. യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു എൻ്റെ പുസ്തകം. കോട്ടയം CMS കോളേജിൽ BA മലയാളത്തിന് പഠിക്കാറുണ്ട്. സ്നേഹതീരത്തെ ബലിക്കാക്കൾ 2 കവിത എഴുതി. ഒന്ന് സ്നേഹം പറഞ്ഞൊരു കവിത എഴുതി. അതിൻ്റെ ആമുഖവും എന്നെക്കൊണ്ടാണ് അവർ തയ്യാറാക്കിച്ചത്. അത് നമുക്ക് മറക്കുവാനാവാത്തൊരു സംഭവമാണ്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. മാതാപിതാക്കൾ, കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങൾ, അവരെക്കുറിച്ചൊന്ന് പറയാമോ? അച്ഛൻ മരിച്ചിട്ട് 14 വർഷമാകുന്നു. അമ്മയുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. മൂത്ത ചേച്ചിയുടെ പേര് ഇന്ദുമുഖി എന്ന് പറയും, അംഗൻവാടി ടീച്ചറാണ്. 2ാമത്തെ ആൾ ഞാൻ ഇന്ദുചൂടൻ. എൻ്റെ ഇളയത് ഇന്ദുലേഖ. ഏറ്റവും ഇളയാൾ ഇന്ദുമോൻ. ഇന്ദുമോൻ മുണ്ടക്കയത്ത് നെന്മേനി ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് ജോലി നോക്കുന്നു. പൂജയോടൊപ്പം തന്നെ ജ്യോതിഷവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ജ്യോതിഷം ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും അവൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാടുണ്ടാകുന്നുണ്ട്. അവസാനമായി താങ്കളുടെ ഒരു ലളിതഗാനത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷകർക്കായി ഒരു ലളിതഗാനം ആലപിക്കാമോ? സംസ്ഥാനതലത്ത് എനിക്ക് അംഗീകാരം കിട്ടിയ ഒരു ഗാനമാണ് ഞാൻ പ്രേക്ഷകർക്കായിട്ട് ആലപിക്കുന്നത്. ഓർമ്മകൾ ചാലിച്ച് സ്വപ്നങ്ങൾ വരച്ചു, സ്വപ്നങ്ങൾ കടലാസു തോണിയാക്കി. സന്തോഷം. താങ്കളുടെ ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്നും താങ്കളുടെ സംഗീത ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. എനിക്കും തീർച്ചയായിട്ടും എന്നെ ചെറിയ കാര്യങ്ങളെങ്കിലും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ കൈരളി പീപ്പിൾ കാണിച്ച ഈ ഒരു സന്മനസ്സിന് ഒരുപാട് നന്ദി. മേൽക്കുമേൽ നന്മയുണ്ടാകട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മിഴിനീരു കൊണ്ടു ഞാൻ നദിയൊഴുക്കി, ആ ദുഃഖ നദിയിൽ തോണിയിറക്കി, കനവിൻ്റെ കടലാസു തോണിയിറക്കി.